മഹാനായ അബൂ ദർദിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തു ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറ് വളരെ കുറവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ പറയുമ്പോഴും റഹ്മത്തിന്റെ കാര്യങ്ങളെ കൊണ്ടാണ് പരമാവധി തുടങ്ങാറുള്ളത്. ഇവിടെ വളരെ ഗൗരവത്തോടു കൂടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങുന്നത് തന്നെ. സലാസത്തും, 3 കൂട്ടം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് മിണ്ടേയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അല്ലാഹു അവരോട് മിണ്ടൂല. യൗമൽ ഖിയാമ എന്ന് വിളിച്ചു വരുത്തുന്ന ദിവസം, യൗമൽ ഖിയാമ. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിട്ടിട്ട് എല്ലാരും ഉറങ്ങണോടത്തുനിന്ന് വിളിച്ചുണർത്തിയിട്ട് ചോദിക്കുന്ന ആളല്ല, ആരാണ് ഇവിടെ കടന്നുറങ്ങണ കബറെന്ന് ആരാണ് വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്നതാണ് ഓരോ കബറാണ്. ഏതാണ് ആയത്ത്? ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അല്ലാഹു അതിന്റെ പ്രതിഫലം അവരുടെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ചോദിക്കും, ഖബറാളികൾ എഴുന്നേറ്റ് ഖബറിന്റെ വക്കത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോ ചോദിക്കത്തിന് ഖാലൂ, അവർ ചോദിക്കും, മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് എന്റെ കടന്നുറങ്ങോടത്തിന് ഉണർത്തിയത്? അല്ലാഹു ഉണർത്താൻ ആരെ വിട്ടതാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് മരണപ്പെട്ടവരെയെല്ലാം വിളിപ്പിച്ച് ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം അല്ലാഹ് ഒരു കൂട്ടരോട് മുണ്ടൂല. 3 വിഭാഗമാണ്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയത്, നമ്മളെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചിട്ട് ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചിട്ട് കല്യാണത്തിന് വിളിച്ചിട്ട് അത് പോയി. നമ്മൾ കല്യാണത്തിന് ചെന്ന് മുമ്പരെ മുഖത്ത് പോകുമ്പോൾ മുമ്പര് നമ്മളോട് എന്താവില്ല, മുണ്ടണില്ല. വീട്ടുകാരൻ നമ്മളോട് എന്തെങ്കിലും അവസ്ഥ മുണ്ടണില്ലാതെ മാത്രല്ല, വല എന്നുറിയിലെയും തിരിഞ്ഞങ്ങോട്ട് നോക്കൂല. നമ്മളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ കല്യാണ പരയെ പോയിട്ട് നമ്മളിങ്ങനെ മൂപ്പരോട് അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ വീട്ടുകാരൻ മുണ്ടണില്ല, നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞു പോവുക. എന്താ എനിക്ക് അപ്പത്തെ അവസ്ഥ അല്ലേ? അപ്പൊ ഖിയാമത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. തിന്നിട്ടോ വലാ യുസക്കീഹിം, പിന്നുണ്ടോ ഒരു മെയിൻ, അതും ഉണ്ടാവില്ല. 3 ശിക്ഷ കൊടുക്കണം. ഒന്ന്, അല്ലാഹു മിണ്ടൂല, അല്ലാഹു തിരിഞ്ഞു നോക്കൂല, വലാ യുസക്കീഹിം, പിന്നെ അല്ലാഹു തആല അവരെ ഒരിക്കലും സംസ്കരിക്കുകയുമില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുമുണ്ട്, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മലയാളിമാരൊക്കെ പോയിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഒരു പാവപ്പെട്ടവൻ എല്ലാവരോടൊപ്പം കൊണ്ടണ്ട. ഇപ്പം നമ്മൾ വലിയ വണ്ടിയിലൊക്കെ വന്ന ആൾക്കാരോടൊക്കെ വർത്താനം പറയാം. മുമ്പ് വലിയ ആൾക്കാർ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോ അജ്ജപ്പെടെ വന്ന് ഹജ്ജ് കൂടെ ഉണ്ടായിരുന്നോ? അല്ല. വലായിസക്കി, പിന്നെയും അവനെ അല്ലാഹു തആല മെയിൻ ചെയ്യൂല. പഠിച്ചോളാകട്ടെ. വലഹും അദാബുൻ അലീം. മാത്രമല്ല ആ 3 കൂട്ടം ആളുകൾക്ക് കഠോരമായ അദാബും ഉണ്ട്. അലീം, അലീം അലം എന്ന വേദന. അലീം എന്ന് പറഞ്ഞ വേദനക്ക് വേദനിക്കുക, ഒരു അലങ്കാര പ്രയോഗമാണ്. അലീം, അലം എന്ന് പറഞ്ഞ വേദന ആണ്. അലീം എന്ന് പറഞ്ഞ വേദനക്ക് വേദനിക്കുന്ന ശിക്ഷയുണ്ട്. അല്ലാഹു കാക്കട്ടെ. ഈ വർത്താനം റസൂലുള്ളാഹി ഫഖറഅഹാ റസൂലുള്ളാഹി 3 മർറാത്തി, 3 വട്ടം പറഞ്ഞു. ഈ വാക്ക് 3 ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വർത്താനം കേൾക്കാൻ പറ്റൂല, അല്ലാഹു തിരിഞ്ഞോക്കൂല, അല്ലാഹുവിനെ സംസ്കരിക്കൂല, അവന് കഠോരമായ ശിക്ഷ ഉണ്ട്. ഇതിങ്ങനെ 3 തവണ ആവർത്തിച്ച് അസാധാരണമായി മുത്തനബി തങ്ങൾ പറഞ്ഞപ്പോ ഖാല അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, ലഖദ് ഖാബൂ വ ഖസിറൂ യാ റസൂലല്ലാഹ് മൻഹും. എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് ഈ പരാജിതർ? ഇത്ര വലിയ തോറ്റ മനുഷ്യന്മാർ ആരാണ് നബിയെ? ലഖദ് ഖാബൂ വ ഖസിറൂ,
അള്ളാഹ് വിളിച്ചെത്തിയിട്ട് മുണ്ടിയില്ലേ? അള്ളാഹു തിരിഞ്ഞോക്കൂലേ? അള്ളാഹുവിനെ നന്നാക്കൂലേ? ശിക്ഷയുണ്ടോ? ആരാ നബിയെ ഈ തോറ്റവർ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുസ്ബിലു വൽ മന്നാനു വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. 3 കൂട്ടം ആളുകൾ. ഒന്ന് എപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന അൽ മുസ്ബിൽ, മുണ്ട് തുണി വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയിടുന്ന ആളുകൾ. അതിന്റെ ഗൗരവല്ലേ? എല്ലോ ഹദീസിലും പറയും പോലെ നിസ്കാരത്തെ പറയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നത് ഒട്ടുമിക്ക ഹദീസുകളിലും തുണി നിര്യാണിക്ക് താഴെ. പക്ഷെ അത് ഒരാളുകൾ ഒരു പ്രശ്നമായിട്ട് കാണൂല. അതുകൊണ്ടാണ് എത്ര ഹദീസുകൾ, എത്ര ഹദീസുകൾ. ഒന്നതാ, കൂടുതൽ വിശദീകരിക്കണില്ല. രണ്ടാമത്തത് വൽ മന്നാനു വൽ മന്നാൻ വൽ മന്നാൻ, മിന്നത്ത് പറയുന്നവർ, ചെയ്ത ഗുണം എടുത്തു പറയുന്ന ആൾക്കാർ. അവരും ഈ 3 വിഭാഗത്തിൽ പരാജിതരിൽ പെട്ടവരാണ്. ചെയ്ത ഗുണം എടുത്തു പറയും. സത്യത്തിൽ നല്ല പഴയ കാലത്ത് ഉമ്മമാരൊക്കെ പറയാറുണ്ട്, എന്താണ്, വൈകുന്നേരമാവോളം വെള്ളം കൊണ്ടുക, വൈകുന്നേരമായി കഴിഞ്ഞാൽ കലടക്കുക എന്ന് പറയാം. നമ്മളെ ടങ്ങറായ സമയത്ത് നമ്മളെ സഹായിച്ചത് ചിലപ്പോൾ ആ ആളായിരിക്കും. പക്ഷെ പിന്നെ എടുത്ത് പറയും, ഞാൻ അല്ലെങ്കിൽ കാണാറുന്നോ അല്ലേ? അതായത് പ്രവാസികളെ സംബന്ധിച്ചോട് നമ്മൾ പറയാറുണ്ട്, ഒരു 10-12 കൊല്ലം മുമ്പൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കക്കൂസ് പോണ തിരക്കിൽ ആദ്യം കയറുന്ന സമയത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ എന്നോട് തെറ്റുന്നത്. അങ്ങനെ തെറ്റിക്കഴിഞ്ഞവനെ പറയത്തില്ലടാ, അന്ന് എയർപോർട്ടിൽ ഫസ്റ്റ് വന്ന സമയത്ത് അന്തംപെട്ട് എയർപോർട്ടിൽ നിൽക്കുവാൻ ആരുടെ കൊണ്ടാണ് വന്നത്? ഞാനല്ലേ? അല്ലേ? പഴയ കാലത്ത് സ്ത്രീകൾ പറഞ്ഞെന്ന് പറയണേക്കാം, ഏത് കുളത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട്, എടീ ഈ തെറ്റിപ്പോയ സമയത്ത് എൻ്റെ കുടിയിലെ കോഴികളെ ഞാനല്ലേ കൂട്ടും കയറ്റി, ഞാനല്ലാണ്ടായത്, എൻ്റെ ആളുകൾ ഇങ്ങനെ കയറ് പൊട്ടിച്ച് നടക്കുമ്പോൾ ഞാനല്ലേ കെട്ടിയത്. ഇങ്ങനെ ചെയ്ത ഗുണം എടുത്തു പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞത് ഖൗലുൻ മഅറൂഫുൻ വ മഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. സൂറത്തുൽ ബഖറയിൽ 263-ാമത്തെ ആയത്തിൽ അങ്ങനെ പറഞ്ഞു. ഖൗലുൻ മഅറൂഫ്, നല്ല വർത്തമാനം, വ മഗ്ഫിറത്തുൻ, മാപ്പ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് ഖൈറുൻ, ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ? മിൻ സദഖത്തിൻ, സദഖ കുറേ കൊടുക്കണേക്കാൾ നല്ല വർത്തമാനം പറയാം. നല്ലൊരു പുഞ്ചിരിച്ചുള്ള വർത്തമാനം. സദഖ കുറേ കൊടുക്കണേക്കാൾ. എങ്ങനത്തെ സദഖ? യത്ബഉഹാ അദാ, പിന്നെ എടുത്ത് വിളിച്ചു പറഞ്ഞു. പിന്നെ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പൈസ കൊടുക്കണേക്കാൾ നല്ലത്, അതിനേക്കാൾ നല്ലത് മറ്റൊന്നാണ്. അവൻ അവൻ്റെ അടുത്ത് ഒന്നും ഇല്ലെങ്കിലോ നല്ല വാക്കെങ്കിലും പറഞ്ഞില്ലേ ഖുർആൻ പറയാം. വിശദീകരിക്കണില്ല. അവിടെ അല്ലാഹു അങ്ങനെയാ പറഞ്ഞത്, ചെയ്ത ഗുണം. മാത്രമല്ല, മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ കാണാൻ പറ്റും, മോനെ, യാ ബുനയ്യ, മുത്തുമോനെ, തദ്കുറു ഇസ്നൈൻ, നീ 2 കാര്യം എപ്പോഴും ഓർക്കണം. വൻസഫ്നൈൻ, 2 കാര്യം ഓർക്കാനേ നിൽക്കരുത്, മറന്നേക്കണം. വൻസഫ്നൈൻ, 2 കാര്യം മറന്നേക്കണം. മകൻ ചോദിച്ചു, പക്ഷേ ഏതാണ് ആ ഓർക്കേണ്ട കാര്യം? ഒന്ന് തദ്കുറുല്ലാഹ വൽ മൗത്ത്, അള്ളാഹനെയും മരണത്തെ എപ്പോഴും നീ എന്താവണം? ഓർക്കണം, അതങ്ങനെ പറയണം, സ്മരിക്കണം. എന്നാൽ വൻസ, നീ മറക്കണം മോനെ, ഒരിക്കലും പറയരുത്. എന്തിന്? ഇഹ്സാനക ഇലന്നാസ്, നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ വൻസ, നീ ഇത് മറക്കണം. ആളുകളിൽ നിന്ന് ആരെങ്കിലും നിന്നോട് വല്ല അരുതായ്മയും കാട്ടിയിട്ടുണ്ട്, അത് ഇജ്ജ് മറക്കണം. നീ ആളുകൾക്ക് ചെയ്ത ഗുണങ്ങൾ അത് നീ മറക്കണം. ഒരിക്കലും അത് പിന്നെ പറയരുത്. ആളുകളിൽ നിന്ന് നിനക്കുണ്ടായ വല്ല ദുരനുഭവവും മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ അത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എന്തായത്, എത്ര മാപ്പ് ചെയ്തിട്ട് ഉള്ളുന്നതാണ് പോണില്ല, പറയാൻ പാടില്ല. അവൻ കുറെ മാപ്പ് ചോദിച്ചിട്ട് എന്താ വജ്ജിനേക്കുക ഒപ്പല് വന്നിട്ട് ഇങ്ങനെ മാപ്പ് ചോദിച്ചിട്ട്, അവൻ്റെ മാപ്പില്ലാഞ്ഞിട്ടല്ലേ അവൻ്റെ കോപ്പ് എന്നൊക്കെ പറഞ്ഞു. മുന്നിൽ വന്നപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു, നമ്മൾ ചോരയില്ലേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോയേക്ക് പിന്നെ പിന്നോട്ട് മാപ്പ് ചോദിച്ചാൽ മതി. എനിക്കൊന്നും പറയാൻ പാടില്ല. അപ്പൊ നമ്മളൊരാൾക്ക് നന്മ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ച് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ 9 സ്വഭാവം പറയുന്നുണ്ട്. നമ്മളതിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം.
നരകത്ത് കിടക്കുന്ന ആളുകളോ 11, 9 11 സ്വഭാവം. അതിലൊന്നതാണ് ദിക്റുൽ ഹസനാത്തിൽ മാദിയ. ഓൻ മുമ്പ് ചെയ്ത ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറയും. ആളുകൾക്ക് ചെയ്ത ഗുണങ്ങൾ ഇങ്ങനെ പറയും. ഓൻ നിസ്യാനുൽ ദുനൂബിൽ മാദിയ. മുമ്പ് ഓനടുത്ത് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ ഓൻ മറന്നിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഓർമ്മ ഉണ്ടാവും. ഓനാളോട് ചെയ്ത നന്മ അവർക്ക് ഓർമ്മ ഉണ്ടാവും. ഓനാളോട് ചെയ്ത തിന്മ അവർക്ക് ഓർമ്മ ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു റസൂൽ പറയും, ഇങ്ങനെ പരാജയപ്പെടുന്ന ആളുകളുടെ ഒരു സ്വഭാവം അവർ അൽ മന്നാനു, ചെയ്ത ഗുണം എടുത്തു പറയുന്നവരാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഈ പറയണവനും കേൾക്കണവരും തീരുമാനിക്കണം. ഞാൻ ഈ പറയണ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, അതൊക്കെ നമ്മളെ ഖുലുഖുമായി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതാണ് റമദാൻ കൊണ്ട് ലക്ഷീകരിക്കുന്നത്. അപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളിത് കേട്ട് ധ്യാനം വിടാതെ ഞാനത് ഇന്നോടാണ് പറയുന്നത് എന്ന് നമ്മൾ അത് ഓനോടാണ് എന്ന് വിചാരിക്കാതെ ഇന്നോട് തന്നെയാണ് അല്ലാഹു റസൂൽ പറയുന്നത് എന്ന് രണ്ട് കൂട്ടരും പറയണവരും കേൾക്കണവരും ഇത് തീരുമാനിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, ഈ പറയപ്പെട്ട റബ്ബ് വർത്താനം പറയാത്ത, റബ്ബ് തിരിഞ്ഞു നോക്കാത്ത ഈ 3 വിഭാഗം എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തത് നോണ പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക, കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യുക. വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി പലപ്പോഴും നിശിതമായി വിമർശിച്ച, ഒഴിവാക്കാൻ കൽപ്പിച്ച കാര്യമാണ് ഈ കളവ് പറഞ്ഞിട്ടുള്ള കച്ചവടം. പച്ചക്കാണ് പറയാം. അത് നമ്മുടെ കടയിൽ മാത്രമേ ഇതിങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ വാങ്ങിയത് ഇത്ര രൂപക്കാണ്, അണക്കാവുകൊണ്ടാണ് ഞാൻ അങ്ങനെ തരുന്നത്. എന്നോട് പഠിത്തിട്ട് കൂട്ടുകാരൻ പറഞ്ഞു, നോണ പറയാതെ കച്ചവടം നടക്കൂല. നോണ പറയാതെ കച്ചവടം നടത്തിയ കച്ചവടക്കാർ ദുനിയാവിലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളൊക്കെ അറിയുന്ന ആളുകൾ തന്നെ ഉണ്ട്, നല്ല ബർക്കത്തുള്ളവരുണ്ട്. മഹാനായ കണ്ണീത്ത് ഉസ്താദിന് തെളിവാണ്. കണ്ണീത്ത് ഉസ്താദിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ, പറഞ്ഞാൽ തീരുമില്ല. എങ്ങനെയായിരുന്നു കണ്ണീത്ത് ഉസ്താദ് കച്ചവടം ചെയ്തിരുന്നു? 50 റുപ്യക്ക് തേക്ക് വാങ്ങിയിട്ട് 25 റുപ്യക്ക് വിൽക്കും. പക്ഷെ ആ 25 റുപ്യ ആസ്പത്രി കൊണ്ട് കൊടുക്കേണ്ടതില്ല. മറ്റേത് 50 റുപ്യക്ക് തേക്ക് വാങ്ങിയിട്ട് 500 റുപ്യക്ക് വിൽക്കും. എന്നിട്ടോ ഈ 500 എണ്ണം കൊടുക്കേണ്ടത് വ്യത്യാസം. 50 റുപ്യക്ക് തേക്ക് വാങ്ങിയിട്ട് 25 റുപ്യക്കാണ് മൂപ്പര് മറിച്ച് വെക്കുന്നത്. 25 നഷ്ടമാണ് നമ്മുടെ കാഴ്ചപ്പാടില്. പക്ഷെ ആ 25 റുപ്യ ലാഭമായിട്ട് അവിടെ ഉണ്ടാവും. 50 റുപ്യക്ക് മരം വാങ്ങിയിട്ട് അത് 450 ഞാൻ വാങ്ങിയത് 50 റുപ്യ ലച്ച് ലാഭം കിട്ടുന്നതുകൊണ്ട് 500 റുപ്യക്ക് വിറ്റാല് ഈ 500 കൊണ്ടുപോയിട്ട് ആസ്പത്രി കൊടുക്കുന്നത്, ബാക്കി കട വാങ്ങി കൊടുക്കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലും നഷ്ടമാണ്, ആഖിറത്തിലും നഷ്ടമാണ്. ഇങ്ങനെ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യുക, എന്നോ കൊടുന്ന് വെച്ചാൽ ചിപ്സ് ചെയ്യുക, എന്നോ കൊടുന്ന് നമുക്കെന്താ സംഭവിക്കണില്ലേ? നമ്മൾ ചിലപ്പോൾ യാത്രയിൽ വെച്ചിട്ട് നമ്മളെപ്പോലെ നമ്മളെ വണ്ടി മേൽക്ക് നോക്കാം, അത് ജനസാധാരണ വരുന്ന വണ്ടിയല്ല, ആ പഴയ കാറിയത് കൊടുക്കുക. കാരണം പിന്നെ ഈ കാറിയ ചിപ്സ് തിരിച്ചു കൊടുക്കുക എന്തായാലും ഉണ്ടാവില്ല എന്നറിയാം. നമുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അത്. അപ്പൊ നമ്മൾ പറയുമ്പോഴത്തെ മാണിക്കല്ലേ, നമ്മൾ കുറെ ദൂരം വരുന്നത്, നല്ലത് തിരഞ്ഞിട്ടോ അല്ലെ ഇത് തിന്ന കുട്ടികളെ വരാമെന്നൊക്കെ പറയും. അവയെ എന്താ അവസ്ഥ? അത് നമ്മളങ്ങനെ ചെയ്യാമോ? ഇങ്ങനെ നമ്മളെ കുട്ടികളെ തിന്നുമ്പോൾ കേടന്നിട്ടല്ലോ. എങ്ങനെ ലാഭം ഉണ്ടാവുക? കിട്ടണ ലാഭം കാഴ്ചയിൽ ലാഭമാണെങ്കിൽ അത് നേരെ കൊണ്ടുകൂടി ചെല്ലുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളായിട്ട് ആസ്പത്രിക്ക് പോയി കയറും, കാറ കുടിച്ചിട്ട്. റബ്ബ് കാക്കട്ടെ. മാത്രമല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസില് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ കാണാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മുത്തനബി ഞങ്ങൾ അങ്ങാടിയിലേക്ക് പോയപ്പോൾ, മദീനത്തെ വലിയ ചന്തയാണ്, അത് വലിയ മാർക്കറ്റാണ്, വലിയ സിറ്റിയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ കച്ചവട ദിവസമാണ്. റസൂലുള്ളാഹി ഞങ്ങളിങ്ങനെ നോക്കിയ സമയത്ത് ഈ ഗോതമ്പ്, അരി, ചോളം അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ വിൽക്കുന്ന ഒരു കടയിൽ റസൂലുള്ളാഹി അങ്ങനെ കയറി. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ചാക്കിൽ ഇങ്ങനെ കൂമ്പാരാക്കിയിട്ട് സുബകത്തുകളാക്കി ഇങ്ങനെ കൂലക്കോല ഇട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി അങ്ങനെ ചെന്നു. റസൂലുള്ളാഹി അങ്ങനെ നോക്കിയപ്പോൾ ഗോതമ്പ് കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ നല്ല മനോഹരം ആളുകൾ ഇങ്ങനെ വന്നിങ്ങനെ വാങ്ങുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നേരെ അല്ലാഹു റസൂൽ കൈ അങ്ങോട്ട് പ്രവേശിപ്പിച്ചു ഉള്ളിലേക്ക്. ഒരു കൂമ്പാരത്തിന് ചാക്കിൽ റസൂലിന്റെ കൈയാണ് കയറ്റി.
ഫനാലത് അസാബിഉഹു ബലലൻ. അപ്പോൾ റസൂലുള്ളാഹിയുടെ കയ്യുമ്മ നനവ് തട്ടി. ഖാൽ അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ യാ ഹബീബ്, ഇതെന്താ ഇതിൻ്റെ അടിയിൽ നനഞ്ഞുകൊള്ളല്ലോ. അപ്പോൾ പറഞ്ഞു, ഇയാളാകണ്ട് തുണിയിൽ മറ്റേ പോയ പോലെ നമ്മൾ പറയില്ലേ, കുടുങ്ങിയല്ലോ, ഇങ്ങനെ കജ്ജി അടിക്കിടുന്ന് പാലും ചിന്തിക്കുമല്ലോ. അപ്പൊ പറഞ്ഞു, നബിയെ അസ്ഹബത്തുൽ മാഉ അൽ ബാരിഹ, ഇന്നലെ മഴ പെയ്താണ് നബിയെ, അപ്പൊ നനഞ്ഞതാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സുഹൃത്തെ, അഫലാ ജഅൽതഹു ഫൗഖ തആം കയറാഹു നാസ്, അനക്ക് അങ്ങനെ ആ നനഞ്ഞത് വേറെ ഇട്ടുണ്ടായിരുന്നില്ലേ, ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് റസൂലുള്ളാഹി മിമ്പറിൽ കയറി മദീന പള്ളിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ആ വ്യക്തിയെയല്ല, മൻ ഗശ്ശ ഫലൈസ മിന്നാ, ഒറ്റ വാക്കാണ്, മൻ ഗശ്ശ, ജനങ്ങളോട് ചതിപ്രയോഗം നടത്തിയാൽ ഫലൈസ മിന്നാ, അവൻ മുസ്ലിമല്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒറ്റ പ്രഖ്യാപനം. ജനങ്ങളെ കളവ് പറഞ്ഞ് കച്ചവടം നടത്തി വഞ്ചന നടത്തിയ, അതുകൊണ്ടല്ലേ മുത്തനബി തങ്ങൾ പറയണ്ടേ, ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, ഇന്ന തുജ്ജാറ ഹുമുൽ ഫുജ്ജാർ, ഈ ബിസിനസ് കച്ചവടക്കാര് ഫാജിരീങ്ങളാണ്. അപ്പോൾ ഒരു കച്ചവടക്കാരൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു, നബിയെ അവലൈസല്ലാഹു ഖദ് അഹല്ല ലനൽ ബൈഅ, നിങ്ങൾ എന്താ അങ്ങനെ കച്ചവടക്കാരെ കുറിച്ച് തമ്മാടികളാണ് എന്ന് പറയുന്നത്? അള്ളാഹ് ഞങ്ങൾക്ക് കച്ചവടം ഹലാലാക്കി തന്നിട്ടുണ്ടല്ലോ. ബല റസൂലുള്ളാഹി, ശരിയാണ്, കച്ചവടം ഹലാലാക്കി തന്നിട്ടുണ്ട്. വലാകിന്നഹും, പക്ഷേ ഈ ചില കച്ചവടക്കാർ യുഹദ്ദിഥൂന, അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഫയക്ദിബൂന, ഇടയിൽ നുണയും കയറ്റും, വയഹ്ലിഫൂന, സത്യം ചെയ്യും, വയതമൂന, അങ്ങനെ കുറ്റക്കാരാവും. അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെ ആളെ നിർത്തുമല്ലോ, എന്തായാലും പറയാൻ വിളിച്ചു പറയാൻ ആളെ നിർത്തുമല്ലോ. അങ്ങനെ പറയും, ഇങ്ങനെ തൊഴിൽ വന്നൊക്കെ പറയും. അങ്ങനെ കഥ കേട്ടിട്ടുണ്ട് മുമ്പ്. ഏതൊരു അരമൊലിയൊരുട്ടി കച്ചവടം തുടങ്ങിയ കഥ, മീൻ മാർക്കറ്റിൽ പോയി കച്ചവടം തുടങ്ങിയ കഥ. ആൾക്കാരിങ്ങനെ അയിലയും വൈക്കോറയും ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ട് എൻ്റെ പഴയ മത്തി വിറ്റ് പോണില്ല. അതിൽ വന്ന് 4 കൊട്ടൊക്കെ കൊട്ടിയിട്ട് ഖാല റസൂലുള്ളാഹി, അരമൊലിയൊരുട്ടി അല്ലേ, എല്ലാവരും ശ്രദ്ധിക്കണം, മൻ അക്കല മത്തി മിൻ ഉമ്മത്തി ദഖല ഫീ ജന്നതി. മന്നക്കല മത്തി, വല്ലവരത്തിനും മത്തി തിന്നാൽ മിന്നുമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ദഖല ഫീ ജന്നതി. 10 മിനിറ്റ് മത്തി വിറ്റ് കഴിഞ്ഞു, പച്ചതോണ. ഇങ്ങനെ കച്ചവടം എല്ലാവരെ കുറിച്ചല്ല റസൂൽ എന്ന് പറഞ്ഞു. ചിലർ, എന്നാൽ ഇതേ മുത്തനബികൾ പറയുന്നത്, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു 1209 നമ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അത്താജിറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, അൽ അമീൻ, വിശ്വസ്തനായ സത്യം പറയുന്ന കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന, അവർ നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്മാരോടും, വസ്സദീഖീന, സദീഖുകളോടും, വശുഹദാ, ഷഹദാഇന്റെ കൂടെയാണ് നല്ല കച്ചവടക്കാരൻ. ഈ 3 വിഭാഗം ആളുകൾ അല്ലാഹു തആല അവരിൽ പെടാതെ നമുക്ക് നല്ല നിലക്ക് ജീവിക്കാം, ഉള്ളതിൽ ബറക്കത്ത് അനുഭവിച്ച് അവസാനം ആഖിബത്ത് നന്നായി അല്ലാഹുവിന്റെ റസൂലിനെ സ്വർഗത്തിൽ കാണുന്ന കൂട്ടരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രവാസികൾക്ക് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ലോകത്ത് അല്ലാഹു സന്തോഷവും ശാന്തിയും സമാധാനവും ഉള്ള ഒരു സാഹചര്യം, അന്തരീക്ഷം ഉടൻ അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.